കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 7-ാം സർഗം 48-ാമത്തെ ശ്ലോകം ചെയ്തു. പാവം രാവണന് നല്ല ബോധ്യായി. അതായത് ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ ദശരഥപുത്രനായി വന്നിട്ട് എന്നെ വധിപ്പാൻ രാമനായി അവതരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദശരഥപുത്രനായ രാമനായി അവതരിച്ചിരിക്കുന്നത് ആ പരമാത്മാവന്നെ എന്നെ സംഹരിക്കും, സംശയമില്ല. കാരണം എനിക്ക് പണ്ട് അനരണ്യൻ എന്ന പേരായൊരു രാജർഷി സൂര്യവംശത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ വധിച്ചപ്പോൾ അദ്ദേഹം ശപിച്ചു, എൻ്റെ വംശത്തിലുള്ള ഒരു ആള് നിന്നെ വധിക്കുന്ന. അപ്പം അത് തന്നെയാണെന്ന് പറയണല്ലേ. മാത്രമല്ല കുംഭകർണനാണ് വെച്ചാൽ ഒരാൾ സഹായിക്കാനുള്ള ആൾ കുംഭകർണനാണ്. കുംഭകർണനാണെങ്കിൽ എപ്പോഴും ഉറക്കത്തിലുമാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞു, പിന്നെ ബാക്കി രാക്ഷസന്മാരോട് പറഞ്ഞു, മഹാബലവാനായിട്ടുള്ള അവനെ ഉണർത്തി എൻ്റെ അരികത്തേക്ക് കൊണ്ടുവരൂ പറഞ്ഞു. അതാണ് നിർത്തിയത് നമ്മളെ 49. ഇത്യുക്താസ്തേ മഹാകായാസ്തൂർണം ഗത്വാദുയത്നത വിബോധ്യ കുംഭശ്രവണം നിന്യു രാവണസന്നിധിം. ഇതി ഉക്ത്വ ഇപ്രകാരം പറയപ്പെട്ട മഹാകായാഹത്തെ ആ വലിയ ശരീരത്തോടു കൂടിയ അവർ തൂർണം ഗത്വ വേഗം പോയിട്ട് കുംഭശ്രവണം കുംഭകർണനെ യത്നത വിബോധ്യ പണിപ്പെട്ട് ഉണർത്തിയിട്ട് രാവണസന്നിധിം രാവണൻ്റെ അടുത്തേക്ക് നിന്നു കൊണ്ടുവന്നു. ഇങ്ങനെ രാവണൻ ആജ്ഞാപിച്ചപ്പോൾ ഭയങ്കര അതിലത്തെ വലിയ രാക്ഷസന്മാർ പോയിട്ട് വേഗം കുംഭകർണനെ വളരെ വിഷമിച്ച് ഉണർത്താൻ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കഥയിലൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് എത്രയായാലും ഉണരുന്നില്ല. അപ്പോൾ ആനകളെ കൊണ്ടുവന്ന് ആനകളെ കൊണ്ട് മൂക്കിലത്തെ രോമം വലിപ്പിച്ചു, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത്ര ഉണർത്താൻ വിഷമാണ്. വെള്ളം കുടം കൊണ്ടൊഴിച്ചു, കുത്തി നോക്കി, അങ്ങനെ വടി കൊണ്ടൊക്കെ കുത്തി, അങ്ങനെയൊക്കെയാണ് ഉണർത്തിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ വളരെ വിഷമിച്ച് ഉണർത്തിയിട്ട് കുംഭകർണനെ രാവണൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഇത്യുക്താസ്തേ മഹാകായാസ്തൂർണം ഗത്വാദു യത്നത വിബോധ്യ കുംഭശ്രവണം നിന്യു രാവണസന്നിധിം. ഇനിയോ നമസ്കൃത്യ സ രാജാനമാസനോപരി സംസ്ഥിത തമാഹ രാവണോ രാജാ ഭ്രാതരം ദീനയാ ഗിര. സഹ മീൻസ് കുംഭകർണൻ രാജാനം രാവണനെ നമസ്കരിച്ചിട്ട് ആസനോപരി സിംഹാസനത്തിന്മേൽ, അതായത് കുംഭകർണന് കൊടുത്ത സിംഹാസനത്തിൽ ഇരുന്നു. രാജാവായ രാവണൻ ഭ്രാതരം തം സഹോദരനായ അവനോട് ദീനയാശിഗിര ദുഃഖം തോടു കൂടിയിട്ടുള്ള വാക്കുകളെ പറഞ്ഞു. ആഹാ, ദീനയാഗിര എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം വഴിഞ്ഞൊഴുകുന്ന വാക്കുകളെ പറഞ്ഞു. കുംഭകർണൻ വന്നു രാജാവിനെ നമസ്കരിച്ചതിന് ശേഷം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. അപ്പോൾ രാവണൻ സഹോദരനായിട്ടുള്ള കുംഭകർണനോട് ദുഃഖത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളോടുകൂടി ഇപ്രകാരം പറഞ്ഞു എന്നാണ് രാവണൻ പറഞ്ഞതാണ്. ഇനി അടുത്തേൽ കേട്ടോ. നമസ്കൃത്യ സ രാജാനമാസനോപരി സംസ്ഥിത തമാഹ രാവണോ രാജാ ഭ്രാതരം ദീനയാ ഗിര. ഇനി 51, 52, 53, 54, 55 ഒരു വരി കൂടിയിട്ടാണ്. കുംഭകർണ നിബോധത്വം മഹൽ കഷ്ടമുപസ്ഥിതം രാമേണ നിഹതാ ശൂരാഃ പുത്രാഃ പൗത്രാശ്ച ബാന്ധവാ കിം കർത്തവ്യമിദാനീം മേ മൃത്യുകാല ഉപസ്ഥിതേ ഏഷ ദാശരഥീ രാമ സുഗ്രീവസഹിതോ ബലീ സമുദ്രം സബലസ്തീർത്വാ മൂലം ന പരിഗൃന്തതി യേ രാക്ഷസാ മുഖ്യതമാസ്തേ ഹതാ വാനരൈർയുധി. പരിഗൃന്തതി അല്ലേ, ന പരിഗൃന്തതി. വാനരാണാം ക്ഷയം യുദ്ധേ ന പശ്യാമി കദാചന നാശയസ്വ മഹാബാഹോ യദർത്ഥം പരിബോധിത ഭ്രാതുരർത്ഥേ മഹാസത്വ കുരു കർമ്മ സദുഷ്കരം. എന്താ പറയണറിയോ?
കുംഭകർണ, ഹേ കുംഭകർണ, ത്വം നിബോധ, ഞാൻ ഒരു കാര്യം നിന്നെ ബോധിപ്പിക്കാം. നീ ബോധിച്ചാലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാലും. മഹൽ കഷ്ടം, ഈ മഹത്തായ ഒരു കഷ്ടം ഉപസ്ഥിതം, നമുക്ക് വല്ലാത്തൊരു കഷ്ടസ്ഥിതി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നേരിട്ടിരിക്കുന്നു. നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയാണ് നേരിടുന്നത്. ശൂരാഹ പുത്ര, നല്ല വീരശൂരന്മാരായിട്ടുള്ള പുത്രന്മാരും, പൗത്രാഹ പൗത്രന്മാരും, ബാന്ധവ ബന്ധുക്കളും, രാമേണ നിഹത, നമ്മുടെ നല്ല ശൂരന്മാരായിട്ടുള്ള പുത്രപൗത്രന്മാരും എല്ലാ ബന്ധുക്കളൊക്കെ കൊല്ലപ്പെട്ടു രാമനാൽ. രാമേണ നിഹത പറഞ്ഞു, രാമനാൽ കൊല്ലപ്പെട്ടു. മൃത്യുകാലെ, എൻ്റെ മരണം ഉപസ്ഥിതെ, അടുത്തിരിക്കുന്നു. ഇതാനും ഇപ്പോൾ മേ കിം കർത്തവ്യം, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എനിക്ക്? ബലി ഏഷ ദാശരഥി രാമ, ബലവാനും ദശരഥൻ്റെ പുത്രനുമായിട്ടുള്ള ആ രാമൻ സുഗ്രീവ സഹിത, സുഗ്രീവനോട് ചേർന്നിട്ട് സബല സൈന്യങ്ങളോടുകൂടെ സമുദ്രം തീർത്തു, ആ സമുദ്രം കടന്ന്, ഒന്നും അറിഞ്ഞിട്ടില്ല, ഇയാൾ ഉറങ്ങാറുന്നല്ലോ ഒക്കെ പറയണേ, സമുദ്രം കടന്ന് മൂലം, നമ്മുടെ മൂലത്തെ പരിഹൃന്തതി, നിശേഷം മുറിക്കുന്നു. മുഖ്യതമാഹ രാക്ഷസായെ, അത്യന്തം ശ്രേഷ്ഠന്മാരായിട്ടുള്ള രാക്ഷസന്മാരൊക്കെ ഉണ്ടായിരുന്നു. തോ യുധി വാനരൈഹി ഹത, അവരെയൊക്കെ ഈ വാനരന്മാർ കൊന്നു. യുദ്ധത്തിൽ വാനരാണാം ക്ഷയം, വാനരന്മാർ നമുക്ക് അങ്ങടെ കൊല്ലാനും പറ്റില്ല. കഥാചന എന്ന പശ്യാമി, അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഞാൻ ഒരു കാലത്തും തോൽപ്പിക്കാൻ പറ്റുന്ന ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ വിചാരിക്കണില്ല. മഹാബാഹോ, ഹേ കുംഭകർണ മഹാവീര, നാശയസ്വ, നീ നശിപ്പിച്ചാലും നിനക്ക് ചിലപ്പോൾ നല്ല ശക്തി ഉണ്ടല്ലോ, നശിപ്പിക്കാൻ പറ്റും. യഥർത്ഥം, യാതൊന്നിനായിക്കൊണ്ട് പരിബോധിത, ഉണർത്തപ്പെട്ടു, അതിനാണ് ഞാൻ നിന്നെ ഉണർത്തിയത്. നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഒക്കെ പറഞ്ഞില്ലേ ഞാനിപ്പോൾ. അത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നീ യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഉണർത്തിയത്. മഹാസത്വ, ബലശാലിയായിട്ടുള്ള കുംഭകർണ, ഭ്രാതുഹു അർത്ഥേ, അതായത് ഈ സഹോദരന് വേണ്ടിയിട്ട് സുദുഷ്കരം കർമ്മ കുരു, ആ വിഷമമുള്ള ആ പ്രവൃത്തി ചെയ്താലും എന്ന് പറയാണ്. എന്താണ് ആ കുംഭകർണനെ വിളിച്ച് പറഞ്ഞത്? ചുരുക്കി പറയാച്ചാൽ, ഹേ കുംഭകർണ, ഞാൻ പറയുന്നത് നീ മനസ്സിരുത്തി കേൾക്കൂ. നമ്മളൊരു വല്ലാത്ത കഷ്ടാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ശൂരന്മാരായ പുത്രന്മാരും പൗത്രന്മാരും ബന്ധുക്കളൊക്കെ രാമനാൽ നിഗ്രഹിക്കപ്പെട്ടു. എൻ്റെ മരണകാലം എടുത്തിരിക്കുന്ന ഈ സമയത്തിൽ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സ്വതേ തന്നെ ബലവാനായിട്ടുള്ള രാമൻ സുഗ്രീവനും ബാക്കി വാനരന്മാരും കൂടി സമുദ്രം കടന്ന് ഇവിടെ വന്ന് നമ്മളുടെ രാക്ഷസവംശത്തെ മൂലത്തോടു കൂടി കൊല്ലാൻ ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. പല പ്രമാണികളായ രാക്ഷസന്മാരെയൊക്കെ വാനരന്മാർ യുദ്ധത്തിൽ കൊന്നുകഴിഞ്ഞു. വാനന്മാരുടെ സംഖ്യയ്ക്കാണെന്ന് വെച്ചാൽ യാതൊരു കുറവുമില്ല, അവരെ തോൽപ്പിക്കാനുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ഹേ മഹാവീര, നീ ഈ ശത്രുക്കളെ നശിപ്പിക്കണം, അതിനാണ് നിന്നെ ഞാൻ ഉണർത്തിയത്. മഹാബലവാനായിട്ടുള്ള നീയ് ഈ ഏട്ടന്, ഈ സഹോദരന് വേണ്ടിയിട്ട് പ്രയാസമേറിയ ഈ കാര്യം ഒന്ന് സാധിച്ചു തരണം എന്ന് വെച്ചാൽ ശത്രുക്കളെ നശിപ്പിക്കണം എന്ന് പറയുകയാണ്. അതാണ് സുദുഷ്കരം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അത് 51 തൊട്ട് 55 വരെ വായിച്ചിട്ട് അടുത്തേക്ക് പോവാം. കുംഭകർണ നിബോധത്വം, മനസ്സിരുത്തി കേട്ടാലെന്ന് പറയുക, നീ ബോധിച്ചാലെന്ന്. മഹൽ കഷ്ടമുപസ്ഥിതം, കഷ്ടകാലം വന്നിരിക്കുന്നു നമുക്ക്. രാമേണ നിഹതാഹ ശൂരാഹ പുത്രാഹ പൗത്രാശ്ച ബാന്ധവാഹ, നമ്മുടെ എല്ലാ ബന്ധുക്കളും പുത്രപൗത്രന്മാരും രാമനാൽ ഹനിക്കപ്പെട്ടു. കിം കർത്തവ്യമിതാനിമേ മൃത്യുകാല ഉപസ്ഥിതേ, മൃത്യു എടുത്തിരിക്കുന്ന എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏഷ ദാശരഥി രാമ സുഗ്രീവസഹിതോ ബലി, ബലവാനായിട്ടുള്ള രാമൻ സുഗ്രീവസഹിതനായിട്ട് സമുദ്രം സബലസ്തീർത്വാ മൂലം ന പരിഗൃന്തതി, സമുദ്രം കടന്നു വന്ന രാക്ഷസന്മാരെ സമൂലം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഏ രാക്ഷസ മുഖ്യതമാസ്തേ ഹതാ വാനരൈർയുധി, മുഖ്യ രാക്ഷസന്മാരൊക്കെ കൊല്ലപ്പെട്ടു. വാനരാണാം ക്ഷയം യുദ്ധേ, വാനന്മാരുടെ നാശം ഞാൻ കാണുന്നില്ല. ന പശ്യാമി കഥാചന നാശയസ്വ മഹാബാഹോ യദർത്ഥം പരിബോധിതം, ഇവരെ നശിപ്പിച്ചാലും അതിനാണ് നിന്നെ ഉണർത്തിയത്.
ഭ്രാതുരർത്ഥേ മഹാസത്വ കുരു കർമ്മ സുദുഷ്കരം. ഈ ദുഷ്കരമായിട്ടുള്ള കർമ്മത്തെ നീ ചെയ്താലും ഈ സഹോദരന് വേണ്ടി എന്ന്, അതായത് കുംഭകർണൻ്റെ സഹായം അപേക്ഷിച്ചു. അപ്പോൾ 56 ശ്രുത്വാ തദ്രാക്ഷസേന്ദ്രസ്യ വചനം പരിദേവിതം കുംഭകർണോ ജഹാസോച്ചൈർവചനം ചേതമബ്രവീത്. അതായത് ഏട്ടൻ്റെ വാക്ക് കേട്ടിട്ട് കുംഭകർണൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയണം. രാക്ഷസേന്ദ്രസ്യ, ഈ രാക്ഷസാധിപതിയുടെ പരിദേവിതം തദ് വചനം, ദുഃഖം ഈ വാക്കുകളെ ശ്രുത്വ കേട്ടിട്ട് കുംഭകർണൻ ഉച്ചൈഹി ജഹാസ ഉറക്ക ചിരിച്ചു. എന്നിട്ടോ ഇതം വചനം, ഈ വചനത്തെ അബ്രവീത് പറഞ്ഞു എന്ന്. രാവണൻ്റെ ഈ ദുഃഖം നിറഞ്ഞ ഈ വാക്കുകൾ കേട്ടപ്പോൾ കുംഭകർണൻ ആദ്യം ചിരിച്ചു ഉറക്കെ. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. നമുക്ക് നോക്കാം എന്താ പറഞ്ഞെന്ന്. ശ്രുത്വാ തദ് രാക്ഷസേന്ദ്രസ്യ വചനം പരിദേവിതം കുംഭകർണോ ജഹാസോച്ചൈർ വചനം ചേത് അബ്രവീത്. 57 പുരാ മന്ത്രവിചരേ തേ ഗതിദം യന്മയാ നൃപ തദദ്യ ത്വാം ഉപഗതം ഫലം പാപസ്യ കർമ്മണഃ. നൃപ, ഹേ രാജാവേ, പുര മുമ്പ് മന്ത്രവിചാരേ ആലോചന, നമ്മളിങ്ങനെ രാമനെ എതിർക്കണം എന്ന് ആലോചിക്കുന്ന അവസരത്തിൽ യത് മയാതേ ഗതിതം, ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു. എന്ത്? പാപസ്യ കർമ്മണ, പാപം ചെയ്താൽ പാപം ആയിട്ടുള്ള കർമ്മത്തിൻ്റെ തൽഫലം, ആ ഫലം അദ്യത്വാം ഉപഗതം, അപ്പോൾ അങ്ങയെ പ്രാപിച്ചിരിക്കുന്നു. അതായത് ചെയ്തേ കെട്ടുകൊണ്ടുവന്ന പാപത്തിൻ്റെ ഫലമാണ് അനുഭവിക്കണമെന്ന് ഞാൻ അന്നൊരു വാചകം പറഞ്ഞുവല്ലോ, കുംഭകർണനും ഒന്ന് പറഞ്ഞു ഉറങ്ങാൻ പോണതിൻ്റെ മുമ്പേ. ഹേ രാജാവേ, ഇതിനു മുമ്പെന്നെ ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണ സമയത്ത് പാപകർമ്മത്തിൻ്റെ ഫലം വരാൻ പോണു എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞില്ലേ? അപ്പം അതാ പാപകർമ്മത്തിൻ്റെ ഫലം വന്ന് ചേർന്നിരിക്കുന്നു. ഇപ്പോഴാണ് ഇനിയിപ്പോൾ അങ്ങ് അനുഭവിക്കാൻ പോണത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ആ സമയം ആഗതമായിരിക്കുന്നു, അങ്ങയ്ക്കതിൻ്റെ പാപഫലം അനുഭവിക്കാറായി എന്ന്. പുരാ മന്ത്രവിചരേ തേ ഗതിദം യന്മയാ നൃപ തദദ്യത്വാമുപഗതം ഫലം പാപസ്യ കർമ്മണഃ. പാപത്തിൻ്റെ ഫലം അനുഭവിക്കാറായി. ഇപ്പോൾ പൂർവമേവ മയാ പ്രോക്തോ രാമോ നാരായണപര സീതാചയോഗമായേതി ബോധിതോപി ന ബുദ്ധ്യസേ. രാമൻ പരഹ നാരായണ ഇതി, പരമാത്മാവായ നാരായണനാണെന്നും സീത യോഗമായ ഇതി, സീതയാണെങ്കിലോ യോഗമായാണെന്നും പൂർവമേവ മയാ പ്രോക്ത, ഞാൻ മുമ്പ് തന്നെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. ബോധിത ബോധിക്കപ്പെട്ടിരുന്നാലും ന ബുദ്ധ്യസേ, അങ്ങന്ന് ബോധിച്ചില്ല. അങ്ങക്കതൊക്കെ അറിയാച്ചാലും അങ്ങ് ആ അറിവിനെ ഉൾക്കൊണ്ടില്ല. എന്താ പറയണെന്ന് വെച്ചാൽ, ശ്രീരാമൻ സാക്ഷാൽ പരമാത്മാവായ ശ്രീ മഹാവിഷ്ണു തന്നെയാണെന്നും അല്ലെങ്കിൽ നാരായണനാണെന്നും സീത യോഗമായ ദേവിയാണെന്ന് ഞാൻ അങ്ങയോട് സ്പഷ്ടമായിട്ട് പറഞ്ഞു. അന്ന് അറിയിച്ചാലും അങ്ങ് അതിനെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി നടിച്ചില്ല. അങ്ങക്ക് അറിഞ്ഞാലും അങ്ങ് അതിനെ അറിഞ്ഞില്ല. അന്ന് അറിയാതിരുന്നതിൻ്റെ ഫലം ഇന്നിപ്പോൾ അങ്ങക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അന്ന് തന്നെ അത് ബോധ്യപ്പെട്ടാൽ മതിയായിരുന്നു. അതായത് തൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കുന്നവരുടെ ഉണ്ടാവുന്ന അനുഭവമാണപ്പോൾ കാണുന്നത് നമ്മൾ, അല്ലേ? എത്രയോ ആൾക്കാർ നല്ലത് പറഞ്ഞു കൊടുത്തു, ഒന്നും കേൾക്കാൻ തോന്നിയില്ല, അതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല രാവണന്. അതിൻ്റെ ഫലമാണ് അപ്പം അനുഭവിക്കണം. നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ തട്ടിക്കളയരുത്. അതിനെ നമ്മൾ സ്വീകരിച്ച് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നെ വേണം. ഒരാളെ പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് എനിക്കെല്ലാം അറിയാം, നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളയരുത്. കാരണം ആരാണോ നമ്മുടെ ഹിതകാരികൾ, നമ്മുടെ നന്മയെ ഉദ്ദേശിച്ച് പറയുന്നവർ പറയണേൽ കാര്യമുണ്ടാവും. അതിനെ ആ ഉപദേശത്തെ സ്വീകരിച്ച് വേണ്ട പോലെ പ്രവർത്തിക്കാഞ്ഞാൽ ഇപ്പോൾ രാവണനെ പറ്റി തന്നെ പറ്റുമെന്ന് പറയാണ്. പൂർവമേവ മയാ പ്രോക്ത, ഇതൊക്കെയാണ് നമുക്കിതിന്ന് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇത് നമുക്ക് തരുന്ന മെസ്സേജ് അതാണ്, അല്ലേ? നമ്മുടെ ഹിതകാരികൾ നമ്മളെ ഉപദേശിച്ചാൽ